ഇത് ഇടിയിറച്ചി ഒന്നുമല്ല കേട്ടോ. നല്ല ഉണക്ക ചൂരമീനാണ്. ഇതിങ്ങനെ തന്നെ പച്ചയ്ക്ക് വേണമെങ്കിലും കഴിക്കാം. മുഖം ചുളിക്കണ്ട. ഇതാണ് ലക്ഷദ്വീപുകാരുടെ മാസ് എന്നറിയപ്പെടുന്ന വിഭവം. സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ച ആപത്ത് കാലത്ത് കാപത്ത് തിന്ന എന്നാണല്ലോ. കടൽ അതിൻ്റെ രൗദ്രഭാവം പുറത്തെടുക്കുന്ന മൺസൂൺ കാലത്തേക്ക് വേണ്ടി ചൂരമീൻ ഉണക്ക് സൂക്ഷിച്ചു പോരുന്ന ലക്ഷദ്വീപുകാരുടെ ഒരു പരമ്പരാഗത രീതിയാണിത്. ആദ്യം കടൽ വെള്ളത്തിൽ തന്നെ ചൂരമീൻ നന്നായിട്ട് വേവിച്ചെടുക്കും. പിന്നീട് നന്നായിട്ട് പുക കൊള്ളിച്ച് 2-3 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നതാണ് മാസ്. ഇന്നിപ്പോൾ ടൂണ മാസ് ലക്ഷദ്വീപിൽ മാത്രമല്ല, കേരളത്തിലും മറ്റ് പല നാടുകളിലും ലഭിക്കും. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ചതച്ചെടുത്ത ടൂണ മാസ് കൂടി ചേർത്ത് കൂട്ടിക്കുഴച്ചൊന്ന് കഴിക്കണം. അസാധ്യ രുചിയാണ് കേട്ടോ. ആദ്യം തന്നെ മാസ് നന്നായിട്ട് വെള്ളം ഒഴിച്ച് തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. ഈ പുക്ക കൊള്ളിച്ച് ഉണക്കിയെടുക്കുന്നതായതുകൊണ്ട് തന്നെ പുറത്ത് പറ്റി പിടിച്ചിട്ടുള്ള കരിയൊക്കെ നീക്കം ചെയ്ത് കഴുകി വൃത്തിയാക്കിയെടുക്കണം. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായി കീറിയെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ലതുപോലെ ചതച്ചെടുക്കണം. ഇത് കല്ലിൽ വെച്ച് ചതച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇനി ഒരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിരുമി യോജിപ്പിക്കാം. ഇനി ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് ചെറിയുള്ളി നന്നായിട്ട് വറുത്തുകോരി മാറ്റി വയ്ക്കാം. ഇതേ എണ്ണയിലേക്ക് തന്നെ ചതച്ച് വെച്ച മാസ് ചേർത്ത് വഴറ്റിയെടുക്കണം. ഈ വേവിച്ചെടുത്ത മീനായതുകൊണ്ട് തന്നെ അധികം മൊരിയിച്ചൊന്നും എടുക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ചെറിയുള്ളിയും ചതച്ചെടുത്ത വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം റെഡി. ഇനിയിപ്പോൾ എന്താ, നല്ല ആവി പറക്കുന്ന ചൂട് ചോറിൻ്റെ മുകളിലേക്ക് ചതച്ചെടുത്ത ടൂണ മാസ് കൂടി ചേർത്ത് എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കണം. സംഭവം റെഡി.